സാർ, ഞാൻ ശ്രീനി. മനസ്സിലായി? വിപ്ലവ പാർട്ടിയല്ലേ? എനിക്ക് ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റാണ് പ്രതാപം കലാവാരികയുടെ. കലാവാരികയോ? കലയേക്കാൾ ആരംഭിച്ചിട്ടുണ്ട്. തടവുകാരുടെ അവശത, ജയിൽ പരിഷ്കരണം. അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് കൊടുക്കാൻ ജയിലിൽ സൗകര്യങ്ങൾ കുറവാണ്. ജയിൽ സാർ എന്താ പറയുന്നത്? തടവുകാരുടെ ബേസിക് നീഡ്സ് മുഴുപ്പട്ടിനായിട്ട് കോടിക്കണക്കിന് ഞാൻ ജയിലിന് പുറത്തുണ്ടോ? വയറു നിറച്ച ആഹാരം, കിടന്നുറങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം, കറണ്ട്, റേഡിയോ, പിന്നെ എന്തൊക്കെ വേണം? പിന്നെ എ സി വേണോ? ടി വി വേണോ? ചൈനീസ് ഫുഡ് വേണോ? നമ്മൾ തർക്കിക്കണ്ട. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. പറയണം. സത്യരാജ് എന്ന പുള്ളിയെ 2 തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ്. ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ദിവസവും പത്രങ്ങൾ കറക്റ്റ്. എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല, പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ്, ഐ മീൻ എ ബയോഗ്രഫി. ജനം വായിച്ചു പഠിക്കട്ടെ അല്ലേ? നല്ല മാറ്റർ വേണം. അതിന് സാറിന് സഹായം നേരിടോ? എന്തിനാടോ ആ പാവത്തിന്? തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ലേ? എനിക്കൊരു മറ്റേ വർത്താൻ പറയുന്നത്. പാവം കോളർ റാസ്കിൽ വന്നിരിക്കുന്നു. ഇന്ത്യൻ ജയിൽസ് വേർ മണി ഓപ്പൺ സ്റ്റോർ. വായിച്ചില്ലേ? ഈ ജയിലിന്റെ വാതിൽ തുറക്കാൻ പണം വേണം. എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ വന്നാൽ അത് കിട്ടില്ല. സാറിനെ കാണാൻ വക്കീൽ വന്നിരിക്കുന്നു. എടോ, ഇവൻ ആ കുട്ടനെ കാണിച്ചു കൊടുക്കും. വരൂ. ഏതാ കൂട്ടൻ? കള്ളൻകുട്ടൻ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഇന്നോ ആളെ വിടും. ഇതാ പുള്ളി. ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാവർക്കും സർക്കിൾ ഇൻസ്പെക്ടർ ഫറൂഖ് അഴിഞ്ഞലം ഭാഗത്ത് നിന്നാണ് 25-കാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ CI കസ്റ്റഡിയിലെടുത്തത്. വായിക്കണോ? കേൾക്കട്ടെ. എന്നെ പറ്റില്ലേ? അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് അത്രേ ഉണ്ടായത്. ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ്. എന്താ നിർത്തിക്കളഞ്ഞ? സാർ, ഒരു സംശയം. സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടുവാവോ? ഓമന പേരാണ് കരടി ബാലു എന്ന്. ക്രൂരനായ ഈ മനുഷ്യക്കരടിയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ്. കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച പ്രാകൃത മനുഷ്യരുടെ കാടൻ രീതിയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത്. ഒരു സ്ത്രീനി. ജയിലിൽ നിന്നവനെ പുറത്ത് ചാരിക്കാനല്ല പ്രയാസം. ഈ നാട്ടിൽ നിന്നവനെ കടത്തിവിടണ്ടേ? കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഓർമ്മയുണ്ടല്ലോ. ഇനിയും താമസിച്ച കുഴപ്പമാണ്. മറ്റു കേസുകളിൽ നിന്ന് സത്യരായനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ബോംബെക്കോ മറ്റോ കൊണ്ടുപോയാൽ പിന്നെ അപ്പൊ എന്ത് ചെയ്യും വിൻസെന്റ്? അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്തിയാടിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാവുന്നേ. ആദ്യം അത് ആലോചിക്കണം മിസ്റ്റർ.
പുറത്തു വന്നാൽ ഉടനെ അവനെ പുറം രാജ്യത്തേക്ക് അയക്കാനൊക്കെ ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പ്രോപ്പറായി പ്ലാൻ ചെയ്യാതെ പറ്റില്ല. അതുവരെ സത്യരാജൻ എവിടെ താമസിപ്പിക്കും? അതെനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു മാറരുത് മിസ്റ്റർ ജയചന്ദ്രൻ. നമുക്കിടയിൽ വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത്. ആണോ? പോലീസിന്റെ കണ്ണിൽപ്പെടാത്ത ഒരു ഇടം കണ്ടുപിടിക്കും. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത ഒരു സ്ഥലം. സാർ, ഒരു സംശയം. ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും. ആ, മുഴുവൻ കഴിക്കേ. ഇനി വയ്യ സാർ. ആ, എന്നാ എനിക്ക് കാര്യം പറയാം. മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഇന്നലെ. ഇയാളുടെ വീട്ടിൽ ഇന്നലെ കളവ് നടന്നിരിക്കുന്നു. ഒരു ക്യാമറയും പിന്നത്തെ കളവ് എന്റെ വാച്ച്, ടേപ്പ് റെക്കോർഡറും, പിന്നെ അതെ. മിസ്റ്റർ കുട്ടൻ, നിങ്ങൾ ഇന്നലെ അവിടെ ജയിലനുഭവം പറയാൻ പോയിരുന്നു. സാർ, പക്ഷെ ഞാനൊന്നും കട്ടില്ല. പൊന്നുകുട്ടാ, സത്യം പറയും. സത്യമാണ് സാർ, എന്താ ഭഗവതിയാണ് സത്യം. ശ്രീനി, ഇതിലും വലിയൊരു സത്യം ഇനി വേറെ ഇല്ല. ആ, താൻ പോയി കൈ കഴുകിയിട്ട് വാ. സാർ, ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്കും ഉറപ്പുണ്ട്. അതുപോരല്ലോ, കുട്ടൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ, ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, ചായയും സിഗരറ്റും കൊടുത്ത് സൽക്കരിച്ചു, താണുകയാണ് ചോദിച്ചു, എന്നിട്ടും പറഞ്ഞില്ല. പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട്. പക്ഷേ അതെടുത്താ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെറി അല്ലോ? സാർ, എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം. പല പല സെന്റിമെന്റ്സ് ഉള്ള. അത് ശരി. കുട്ടൻ വരൂ. കുട്ടൻ ഇന്നലെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഏത് സാധനം പറയണം, അത് ആർക്ക് വിറ്റു? സാർ. ഞാൻ ചത്തുപോകും. ഈ പറ, എന്ത് ചെയ്തത്? പഠിക്കാനയച്ചോ? കക്കൂസിന് വലിയൊരു പൈപ്പിൽ വെച്ച് ബാക്കി പാത്തോട്ട് പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ട് സാർ. അവിടെ മയ്യത്ത് വെക്കാൻ തന്നെ തൈല. അപ്പോഴാണ് നിന്റെ കളവ് മുതൽ. വാതോ ആ, താനും വയ്ക്കോ. മേലിൽ പോലീസുകാരെ പറ്റി പോക്കിരത്തിൽ എഴുതിയ തന്റെ എല്ലിയാൻ ഓടിക്കും. നിർമ്മൽ, ആ പുസ്തകം തരൂ. എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ. കുട്ടി, ഞാൻ പറയുന്ന അനുസരിക്കൂ. ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കോട്ടെ മോളെ, ഒന്ന് അടങ്ങ്. എന്താ താൻ പറഞ്ഞത്? വൃത്തിയോട് കാണിച്ച നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. You dirty pig. പോലീസ് സ്റ്റേഷൻ ഏത് കോളേജില്? സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തു കുഴപ്പം? അതൊക്കെ തനിക്ക്
ഇവിടെ ബീച്ച് വഴി വിടാൻ പറ. സാർ ഒരു സംശയം, എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ? താൻ പറഞ്ഞാൽ എഴുതാ മതി. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ? അക്കാപ്പിച്ചയ്ക്ക് സമരിക്കുന്ന തന്നെപ്പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരത് കാണില്ല. ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്താൽ ശിക്ഷിക്കണോ? ഞാൻ കോപ്പി അടിച്ചതിനല്ല, അവൻ എന്നെ ആവണോ? ആരും കൂട്ടം കൂടി നിൽക്കുവാനോ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ മാത്രമല്ല, ജനങ്ങൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കരുത്. അവിടുന്ന് മാറ്റണം. നിങ്ങളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ സേവന ലക്ഷ്യം. അതിനായി പൂർണ്ണമായും ഞങ്ങൾക്ക് സഹകരിക്കുന്നു. വാഹനങ്ങളുടെ പ്രത്യേകത, വാഹനങ്ങൾ പരസ്പരം ആളുകൾ വലതുഭാഗം കൂടി നടക്കണം. ലോറി 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 അവിടുന്ന് മാറണം. ടീച്ചറുടെ മുഖത്ത് നീ ആദ്യം ഒഴിക്കോടാ. ഇല്ല സർ, ഞാൻ പറയില്ല. ടീച്ചറെ കൈ കീറി മുറിക്കോടാ. ഇല്ല സർ, ചെയ്യില്ല. ഞങ്ങൾ നിന്നെ ഇടിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞു തന്നിട്ട് നാവിയാൻ പിഴർത്തോളി. മനസ്സിലാകണം. വാഹനങ്ങൾ തമ്മിൽ ചേർത്ത് നീ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാം.